നമസ്കാരം. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിന്മേൽ നിയമസഭയിൽ സഭ നിർത്തിവെച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയാണ് അല്പസമയം മുൻപ് അവസാനിച്ചത്. സർക്കാരിന് അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷം ധനമന്ത്രി പൂർണ്ണ പരാജയമാണെന്നും പറഞ്ഞു. എന്നാൽ കേന്ദ്രത്തിന്റെ നിലപാടുകൾ തുറന്നു കാട്ടാൻ ഒരിക്കൽ കൂടി ഭരണപക്ഷം ഈ വേദി ഉപയോഗിച്ചു. ഫെഡറൽ തത്വങ്ങൾക്കെതിരെ ആണ് കേന്ദ്ര നിലപാടെന്ന് ധനമന്ത്രി വിമർശിക്കുകയും ചെയ്തു. പ്രമേയം ശബ്ദവോട്ടോടെ തള്ളി പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ആലപ്പുഴയിലെ BJP OBC മോർച്ച നേതാവ് രൺജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച അത്യപൂർവ ശിക്ഷാവിധിയുണ്ടായ വാർത്താദിനമാണ് ഇന്ന്. ഝാർഖണ്ഡിലും ബീഹാറിലും നടക്കുന്ന നീക്കങ്ങളും ഇന്നത്തെ വാർത്താദിനത്തെ സജീവമാക്കുന്നു. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിന് രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയ നികുതി വെട്ടിപ്പ് മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ധനമന്ത്രി വൻ പരാജയമെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട്, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് ആണ് ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ഈ ധനപ്രതിസന്ധി പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. വേറൊരു MLA പ്രശംസിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഇന്റലിജൻസ് ഫെയിൽ ചെയ്തു, ഒരു സർവൈലൻസ് എന്ന് പറയുന്ന പരിപാടിയിൽ. ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ, യു ഹാവ് മിസറബിളി ഫെയിൽഡ്. താങ്കൾ പരാജയപ്പെട്ടു. സപ്ലൈകോ 4 മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ കേന്ദ്രം നിയമം ഉപയോഗിക്കുന്നുവെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. എന്നാൽ കേരളം നിശ്ചലമാകുന്ന അവസ്ഥ നിലവിലില്ലെന്നും KN ബാലഗോപാൽ പറഞ്ഞു. മുണ്ട് മുറുക്കിയെടുത്ത് ശമ്പളം ഇല്ലാതാക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്. 5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുന്നത് കേരളത്തിലല്ലാതെ മറ്റെവിടെയും കാണില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലും നിയമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പോലൊരു അസംബ്ലി ചർച്ച ചെയ്യുമ്പം കാണാതിരിക്കേണ്ട കാര്യമാണോ? സർ, കേരളം അങ്ങേയറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ്, നിന്നുപോകും എന്നൊരവസ്ഥയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാം പറഞ്ഞത്. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല, അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിൻ്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ചവെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത. ഇതാ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് UDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഞങ്ങൾ അന്ന് മുണ്ട് മുറുക്കി ഉടുക്കുകയാണ് എന്ന ഒരു മെസ്സേജ് കൊടുത്തു. നിങ്ങൾ ഇതുവരെ ഏറ്റവും ചുരുങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ് ചെലവ് ചുരുക്കുകയാണ്, ഞങ്ങളൊന്നും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഒന്ന് മുണ്ട് മുറുക്കി ഉടുക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു തീരുമാനം, ഒരു എക്കണോമിക് മെഷേഴ്സ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ധൂർത്ത് നിയന്ത്രിക്കാനോ ചെലവ് നിയന്ത്രിക്കാനോ നികുതി പിരിക്കാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. കേരളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. സാർ, ഈ സർക്കാർ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞാനും എൻ്റെ പാർട്ടിയും ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും. ശ്രീ റോജി M. ജോൺ നോട്ട് ഇൻ ദ സീറ്റ്. പ്രമേയം തള്ളിയിരിക്കുന്നു. പ്രമേയം സഭ തള്ളിയിരിക്കുന്നു.
അങ്ങനെ പ്രമേയം നിയമസഭ ശബ്ദ വോട്ടോടെ തള്ളുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്ന് തത്സമയം. ഷഫീദ്, നമ്മൾ ഇതിനോടകം തന്നെ പലകുറി കേട്ട ആരോപണങ്ങൾ അത് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഏത് തരത്തിലേക്കാണ് നികുതി വെട്ടിപ്പ് നടക്കുന്നത്, നികുതി പിരിവ് കാര്യക്ഷമമല്ലാത്തത്, മറ്റൊന്ന് കണക്കുകളിൽ ഉണ്ടാകുന്ന അവ്യക്തത. കേന്ദ്രത്തിന് അയക്കുന്ന കത്തിൽ പറയുന്ന കണക്കൊന്ന്, മറ്റൊന്ന് പുറമേ പറയുന്ന കണക്ക് മറ്റൊന്ന് എന്ന തരത്തിലേക്ക്, ആ തരത്തിലേക്കൊക്കെയുള്ള കണക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടി ഉയർത്തിക്കാട്ടിയൊക്കെയുള്ള പ്രതിപക്ഷത്തിന്റെ ചില ആരോപണങ്ങൾ, അതിനെല്ലാം കൃത്യമായി മറുപടി നൽകുന്നതിൽ എത്തരത്തിലേക്കാണ് ധനമന്ത്രി വിജയിച്ചത്? എന്താണ് വിശദാംശം? അനുജ, സാമ്പത്തിക പ്രതിസന്ധിയുടെ മേൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം കൊമ്പുകോർക്കുന്നതാണ് ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരു കൂട്ടർക്കും വലിയ കോൺഫിഡൻസ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം, അതായത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൂടിയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്. അതേസമയം ഭരണപക്ഷത്തെ സംബന്ധിച്ച് കേന്ദ്രത്തെ എതിർക്കുന്നതിൽ സർക്കാരിനൊപ്പം പ്രതിപക്ഷം നിൽക്കുന്നില്ല, സർക്കാരിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നില്ലെന്നടക്കമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. അതിലൂടെയാണ് ഇരു കൂട്ടരും ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഒരുങ്ങിയത്. പക്ഷേ ആദ്യം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ അവ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതൊരു രാഷ്ട്രീയ വാദം പോലെ ചില കാര്യങ്ങൾ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതിലൊന്ന്, സംസ്ഥാനത്ത് GST കളക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. നികുതി കൃത്യമായി പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. മാത്രവുമല്ല, കേന്ദ്രം എത്ര തരാനുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഒരു കൃത്യമായ കണക്ക് പറയുന്നില്ല. അത് കേന്ദ്ര ധനമന്ത്രിക്ക് സംസ്ഥാന ധനമന്ത്രി അയച്ച കത്തിലടക്കം പറയുന്നത് വ്യത്യസ്തമായ കണക്കുകളാണ്. 57,000 കോടി തരാനുണ്ടെന്ന് ധനമന്ത്രി N ബാലഗോപാൽ ഇപ്പോൾ ആവർത്തിക്കുമ്പോൾ മുൻപത്തെ മാസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂലൈയിലടക്കം ധനമന്ത്രി അയച്ച കത്തിൽ, കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മാത്യു കുൽനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് അക്കമിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. VD സതീശൻ കുറച്ചുകൂടി ഗൗരവമായി ഈ സാഹചര്യത്തെ വിമർശിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്നും, മാത്രമല്ല ഇക്കാര്യത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ട്രഷറിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് ധനമന്ത്രി പറയുമ്പോൾ ട്രഷറി പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ട് നടക്കുകയാണ് ധനമന്ത്രി എന്നും VD സതീശൻ വിമർശിച്ചു. ഒന്നിനും സംസ്ഥാനത്ത് പണമില്ല, പദ്ധതി നടത്തിപ്പിന് പണമില്ല, സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പണമില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ധനമന്ത്രി സംസ്ഥാനത്ത് പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. ലൈഫ് മിഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ പദ്ധതി മുടക്കവും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിലേക്ക് കൊണ്ടുവന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിതാപകരമായ സംസ്ഥാനത്ത് സ്ഥിതി അത് തുടരുന്നു. മാത്രമല്ല, എന്തുകൊണ്ട് ഡൽഹിയിലെ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് അതിനെ ക്രോസ് ചെയ്യുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ചെയ്യാൻ കഴിയുന്ന കാര്യം അത് കൃത്യമായി അവരുടെ MP-മാർ വഴി കേന്ദ്ര ധനമന്ത്രിക്ക് മുൻപിൽ എത്തിച്ചിട്ടുണ്ട്. അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതുപയോഗിച്ച് പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതിനുള്ളൊരു മറുചോദ്യം കൂടി ഇന്ന് പ്രതിപക്ഷം ഉയർത്തി. ഇതിനൊക്കെ ശേഷം, അതായത് GST കളക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ N ബാലഗോപാൽ അക്കാര്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത് തിരഞ്ഞെടുപ്പ് വാദം മാത്രമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് സഹകരിക്കാൻ കഴിയാത്തതെന്ന PK കുഞ്ഞാലിക്കുട്ടി, നിയമസഭാ ഉപാധ്യക്ഷൻ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളും മന്ത്രി N ബാലഗോപാൽ ആയുധമാക്കി. കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വണ്ടി ഓടാത്ത ധനപ്രതിസന്ധി സംസ്ഥാനത്തില്ല. ഈ വർഷം ട്രഷറിയിൽ നിന്ന് പുറത്തുപോയത് ഏതാണ്ട് 1,26,182 കോടി രൂപയാണ്. ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നുള്ള ആക്ഷേപം അത് വെറും രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും ഇന്ന് ധനമന്ത്രി വിവരിച്ചു. മാത്രമല്ല, ഈ PG ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ആ നിലപാടില്ല. ജനാധിപത്യപരമായ കാര്യങ്ങളല്ല കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇന്ന് സർക്കാർ ഉയർത്തി. ഈ നികുതി വർധനമടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ കോവിഡ് സമയത്ത് 47,000 കോടിയായിരുന്നത് 71,000 കോടിയാക്കി ഉയർത്തി. 2 വർഷം കൊണ്ട് ഇങ്ങനെയുള്ള വർധനമുണ്ടായി. കേരളത്തോട് കേന്ദ്രത്തിനുള്ള ചിറ്റമ്മ നയമാണ്, അത് കേരളത്തിന്റെ വളർച്ചയെ ബാധിക്കും. അതിനാണ് പ്രതിപക്ഷം ഇപ്പോൾ കുടപിടിക്കുന്നത് എന്നുള്ള വിമർശനം അത് ഉയർത്തിക്കൊണ്ടാണ്. അതായത് ഷഫീദ്, ഇപ്പോൾ അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല സംസ്ഥാനത്ത് എന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്രം കാണിക്കുന്ന ഇടപെടലുകൾ, അതായത് ഫെഡറലിസത്തിനെതിരെ എന്ന് ധനമന്ത്രി തന്നെ വിശേഷിപ്പിക്കുന്നത്, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കുകയും അതിനെതിരെ സമരം ചെയ്യുക എന്ന ആ നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത്, ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത്.
അനുജ, അങ്ങനെ വേണം കാണാൻ കരുതുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ടെന്ന് പൂർണ്ണമായും അംഗീകരിക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിലേക്കുള്ള സമീപനമാകും. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമായും ഇന്ന് സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നു. അങ്ങനെ ഒരു പ്രതിരോധമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് ധനമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, എവിടെയാണ് നിയമന നിരോധനം, എവിടെയാണ് പോലീസ് വാഹനത്തിന് പെട്രോൾ അടിക്കാൻ പണമില്ലാത്ത അവസ്ഥ, അതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്രമുണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ കാരണം പ്രതിസന്ധി ഉണ്ട്. പക്ഷേ അത് പ്രവർത്തനം നിലച്ചു പോകുന്ന, സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോകുന്ന പ്രതിസന്ധി അല്ല എന്നുള്ള കാര്യം ധനമന്ത്രി അക്കമിട്ട് അടിവരയിട്ട് പ്രതിപക്ഷത്തെ ക്ലോസ് ചെയ്യുന്നു. അപ്പോഴും സംസ്ഥാന ബജറ്റിലടക്കം എന്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന ബജറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കടക്കമുള്ള ഫണ്ടിൽ കുറവുണ്ടോ, അല്ലെങ്കിൽ അതിന് മാറ്റിവെക്കുന്ന തുകയ്ക്ക് കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ ധനമന്ത്രി നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങൾ പച്ചക്കളവാണെന്ന് തെളിയിക്കാനുള്ള പ്രതിപക്ഷത്തിന് ആയുധമായി അത് മാറുകയും ചെയ്യും. അതും പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയ ചർച്ചയായി ഈ വിഷയം ഉയർത്തിയതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതും ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും സംസ്ഥാനത്തിന്റെ ധൂർത്ത്, കെടുകാര്യസ്ഥത അതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിച്ച മറുപടി അത് കൃത്യമല്ല, അത് വ്യക്തമായ മറുപടിയല്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ. അതിനോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെതിരെ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്നത് ഒരിക്കൽ കൂടി രാഷ്ട്രീയമായി തുറന്നു കാട്ടുക, ആ ഒരു ലക്ഷ്യം കൂടി ഇവിടെ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൽ വിജയം കണ്ടിരിക്കുന്നു എന്ന് കൂടി നമുക്ക് പറയാം, അല്ലേ? അക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായത് പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ്. അതായത് തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യത്തിൽ എന്തിന് ഇങ്ങനൊരു യോജിച്ചുള്ള പ്രവർത്തനം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. മാത്രവുമല്ല, ഇപ്പോഴാണോ ക്ഷണിക്കുന്നത്, മുൻപേ വിളിച്ചായിരുന്നെങ്കിൽ ആലോചിക്കാമായിരുന്നു എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തെ ക്രോസ് ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് മന്ത്രി KN ബാലഗോപാൽ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രഷറിയിൽ നിന്ന് 13,000 കോടി എടുക്കാൻ പറഞ്ഞിട്ട് 6,000 കോടി എടുത്തു, ബാക്കി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യണ്ടേ, ഒന്നിച്ച് നിൽക്കണം എന്നാണ് പറയാനുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെടുത്തണമെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാം. കേരളത്തിലെ ജനങ്ങൾ ഈ സാമ്പത്തിക ഉപരോധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും വേണം. ആ സമരത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ പ്രതിപക്ഷത്തെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം അത് തുറന്നു കാട്ടുകയാണ് ലക്ഷ്യം വെക്കുന്നത്. അനുജ, ശരി, അതാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ സംഭവിച്ചത്. ഷഫീദ് റാവുത്തറാണ് വിശദമായി തന്നെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. 15 പ്രതികൾക്ക് തൂക്കുകയർ. ആലപ്പുഴയിൽ BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകർക്ക് വധശിക്ഷ വിധിച്ചത് കോടതി. മാവേലിക്കര സെഷൻസ് കോടതിയാണ്. രാജ്യത്ത് തന്നെ ഒരാളെ കൊന്ന കേസിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വധശിക്ഷ വിധിക്കുന്ന അപൂർവമായ കേസാണിത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി കണ്ടെത്തിയ കുറ്റത്തിന് അത്യപൂർവമായ ശിക്ഷാവിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം, കഠിന തടവ്, പിഴ എന്നിവയും വിധിച്ചു. 15 പ്രതികൾക്കും വിവിധ വകുപ്പുകളിലായി പിഴ ശിക്ഷയും കോടതി വിധിച്ചു. പിഴയിൽ 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ കുടുംബത്തിന് നൽകണം. ഓരോ പ്രതികൾക്കും 8-ലധികം വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തമടക്കമുള്ള തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ, അമ്മ വിനോദിനി, മക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിധി പ്രസ്താവം. അന്വേഷണം പഴുതടച്ചതായിരുന്നുവെന്നും വിധിയിൽ സന്തുഷ്ടയാണെന്നും രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങൾ. ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്, എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണെന്നതടക്കമുള്ള പ്രതിഭാഗം വാദങ്ങളെല്ലാം കോടതി നിരാകരിച്ചു. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 12 പേരും മുഖ്യ ആസൂത്രകരായ 3 പേരുമാണ് വിചാരണ നേരിട്ടവർ.
ആകെയുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളിൽ 12 പേരാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. എന്നാൽ 15 പേർക്കും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. 15 പ്രതികളിൽ 10ാം പ്രതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2021 ഡിസംബർ 19-നാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 24 ആലപ്പുഴ. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇതൊരു സാധാരണ രാഷ്ട്രീയ കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് പട്ടിക തയ്യാറാക്കി നടപ്പാക്കിയ, വളരെ വിദഗ്ധമായി തന്നെ നടപ്പാക്കിയ കൊലപാതകം എന്ന തരത്തിലേക്കാണ് കോടതി ഇതിനെ കണ്ടത്. നമ്മൾ ഈ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അനുജ, ഈ ഒരു വിധിയിന്മേൽ നിലവിൽ കോടതിയുടെ പരാമർശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികൾക്ക് ഒരു തരത്തിലുള്ള ഇളവുകളും കൊടുക്കാൻ സാധിക്കില്ല. സാധാരണ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഗൂഢാലോചന മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കുന്നു, സമൂഹത്തിൽ യാതൊരു തിന്മയും ചെയ്യാത്ത, തെറ്റും ചെയ്യാത്ത, നിലവിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത ഒരാളെ, അതും 12 പേർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല ചെയ്യപ്പെടുന്നത് അത്രത്തോളം ക്രൂരമായ കൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ 12 പേർ നേരിട്ട് പങ്കെടുത്തവർ കൂടാതെ മുഖ്യ ആസൂത്രകരായ 3 പേർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ 12 പേർക്കും ഒരുമിച്ച് കൊലക്കേർ ഒരു കോടതി വിധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. സാധാരണ കൊലപാതകമല്ല. ഇതിനെ സാധൂകരിക്കുന്ന വലിയ തെളിവുകൾ കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷന് നിരത്താൻ സാധിച്ചു. ഡിജിറ്റൽ തെളിവുകൾ, ഒപ്പം തന്നെ കേസിലെ പ്രധാന സാക്ഷികൾ അമ്മ, ഭാര്യ, മകൾ, ഇവരുടെയൊക്കെ തന്നെ സാക്ഷി മൊഴി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി. ഒപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെ പല വാദങ്ങളും കോടതി നിരാകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന കാര്യം മറ്റ് കൊലപാതകങ്ങളെ ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞപ്പോഴും അതുമായി വ്യത്യാസമുണ്ടെന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെ പ്രതികളുടെ പ്രായം ഏറ്റവും 15 പേരിൽ 28കാരുണ്ട്. എല്ലാവർക്കും 50 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. തുടങ്ങിയ കാര്യങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല. 3 റിപ്പോർട്ടുകൾ, അതായത് ഇവരുടെ മാനസികാരോഗ്യ റിപ്പോർട്ട്, ഒപ്പം തന്നെ പ്രതികളുടെ സാമൂഹിക പശ്ചാത്തലം, ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ശിക്ഷാവിധിയായിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കേസിൽ ഇനി പ്രതിഭാഗത്തിൻ്റെ നീക്കം സ്വാഭാവികമായി തന്നെ അപ്പീൽ പോകുക എന്നതായിരിക്കും. പ്രതികളെ നിലവിൽ മാവേലിക്കര സബ് ജയിലിൽ തന്നെ ഉണ്ട്. അവരെ തൽക്കാലത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അവിടെ നിന്നായിരിക്കും മറ്റ് സെൻട്രൽ ജയിലിലേക്ക് ഇത്രയും കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു കോടതി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഭാരത് ജോഡോ യാത്രയിൽ OBC വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധി. ബീഹാറിൽ ജാതി സർവേ നടത്താൻ മുൻകൈയെടുത്ത നിതീഷ് കുമാർ സഖ്യം വിട്ടപ്പോൾ കുടുങ്ങിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദളിതരുടെയും മറ്റുള്ളവരുടെയും കൃത്യമായ ജനസംഖ്യ നിർണ്ണയിക്കാൻ ജാതി സെൻസസ് അനിവാര്യമാണ്. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ജാതി സെൻസസിന് മുന്നിട്ടിറങ്ങിയത് നിതീഷ് കുമാർ എന്ന നേതാവാണ്. ബീഹാറിൽ അത് നടപ്പാക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വരും നാളുകളിൽ ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ത് എന്നതുകൂടി ഉയർത്തിക്കാട്ടിയാണോ രാഹുലിന്റെ വിമർശനം? ബീഹാറിലാണല്ലോ ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയുള്ളത്. അനുജ, 2 കാര്യങ്ങളാണ് ഭാരത് ജോഡോ യാത്ര ബീഹാറിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമായും ഉയർത്തിയത്. ഇന്നലെ യാത്ര ബീഹാറിൽ പര്യടനം നടത്തിയെങ്കിലും നിതീഷിനെതിരായ ഒരു വിമർശനം അത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ ഇന്ന് ഈ അവസാന ദിവസത്തിൽ കൃത്യമായി തന്നെ നിതീഷ് കുമാറിന് ഉള്ള വിമർശനം അത് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നു. ഈ പൂർണിയയിലെ റാലിയിലാണ്, റാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി നിതീഷിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഒരു ചെറിയ സമ്മർദ്ദം ചെലുത്തിയാൽ അദ്ദേഹം തിരിച്ച് വീണ്ടും ഇന്ത്യ സഖ്യത്തിനൊപ്പം വരും എന്നുള്ള ഒരു പരിഹാസം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം ഈ ജാതി സർവേ തുടർന്നാണ്, കാരണം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ജാതി സെൻസസിനെ തുടർന്നാണ് നിതീഷ് കുമാർ സഖ്യം വിട്ടത്. BJP ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടരാണ്. ഇപ്പോൾ നിതീഷ് കുമാർ പൂർണ്ണമായും കുടുങ്ങിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും സാമൂഹ്യ നീതിക്കായി ആ മഹാസഖ്യം അത് ബീഹാറിൽ പോരാടും. നിതീഷ് കുമാറിന്റെ യാതൊരു ആവശ്യവും തങ്ങൾക്കില്ല എന്ന് തീർത്തും രാഹുൽ ഗാന്ധി
പറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വിഷയമായി ഉയർത്തിയത് ജാതി സെൻസസ് ആണ്. ആ ജാതി സെൻസസ് നടപ്പിലാക്കണം, അത് അനിവാര്യമാണെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്ത് എത്ര OBC വിഭാഗക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എന്തായാലും ജാതി സെൻസസ് കൂടി കൃത്യമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ ഉയർത്തുകയാണ്. ബീഹാറിൽ തന്നെ ആ വിഷയം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി മാറ്റമെന്ന് സൂചന. ഖനന അഴിമതി കേസിൽ ഹേമന്ത് സോറനെ ED ചോദ്യം ചെയ്യാനിരിക്കെ ഭരണകക്ഷിയായ JMMന്റെ അടിയന്തര നിയമസഭാ കക്ഷിയോഗം റാഞ്ചിയിൽ ചേരുകയാണ്. ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്താൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായേക്കും. അല്പസമയത്തിനകം JMM വാർത്താ സമ്മേളനം നടത്തും. R രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. RK, ഏതാണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം 30 ദിവസങ്ങൾക്ക് ശേഷം ഹേമന്ത് സോറൻ പുറത്തു വന്നു. അദ്ദേഹം വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ED അദ്ദേഹത്തിനുള്ള തെരച്ചിൽ പോലും നടത്തേണ്ട സാഹചര്യം, പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടതിലേക്കൊക്കെ എത്തുന്നു. അപ്പോഴാണ് അദ്ദേഹം പുറത്തു വന്നത്. പിന്നീട് അടിയന്തര യോഗം ചേരുന്ന വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ ഭാര്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നത് ഉറപ്പിക്കാമോ? ജാർഖണ്ഡിൽ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരവും വരുന്നത്. നിലവിൽ കൽപ്പന സോറൻ MLA അല്ല, പക്ഷേ അവരെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ അതെല്ലാം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. മുഖ്യമന്ത്രി മാറും എന്നുള്ളതിൻ്റെ ഏറെക്കുറെ സ്ഥിരീകരിച്ച വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 4:30 ഹേമന്ത് സോറന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. അല്പസമയത്തിനകം ആ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനവും അദ്ദേഹം നടത്താനുള്ള സാധ്യതയുണ്ട്. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറനെ JMM മുഖ്യമന്ത്രിയാക്കും എന്ന റിപ്പോർട്ട് വരുമ്പോൾ ആരാണ് കൽപ്പന സോറൻ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2019 ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തപ്പോൾ ഭാര്യ കൽപ്പന സോറനോട് മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിലിറങ്ങുന്നുണ്ടോ എന്ന് തിരക്കി. എഞ്ചിനീയറിംഗ് ബിരുദവും MBAയുമുള്ള കൽപ്പന അന്ന് വ്യക്തമായ മറുപടി നൽകിയില്ല. എന്നാൽ ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൽപ്പനയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ നിയമസഭാംഗമല്ലാത്ത കൽപ്പനയ്ക്ക് മത്സരിക്കാനായാണ് ഗാന്ധേ മണ്ഡലത്തിൽ നിന്നുള്ള MLA സർഫറാസ് അഹമ്മദ് രാജിവെച്ചതെന്നാണ് വിവരം. ഗാന്ധേ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് ജാർഖണ്ഡ് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കിയ സ്ഥിതിക്ക് 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ റായ്രംഗ്പൂരിൽ നിന്നുള്ള കൽപ്പന 2006 ഫെബ്രുവരിയിലാണ് ഹേമന്ത് സോറനെ വിവാഹം ചെയ്തത്. മയൂർഭഞ്ചിൽ നിന്നുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൽപ്പനയ്ക്ക് അടുത്ത സൗഹൃദമുള്ളതിനാലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച മുർമുവിനെ പിന്തുണച്ചതെന്ന് പോലും പറയപ്പെടുന്നു. രാഷ്ട്രീയത്തിൽ പരസ്യമായി ഇടപെടുന്നില്ലെങ്കിലും സ്ത്രീ ശാക്തീകരണം, ആദിവാസി ഉന്നമനം തുടങ്ങിയ വിഷയങ്ങളിൽ കൽപ്പന സോറൻ പല അഭിമുഖങ്ങളിലും തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജൈവ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു സ്കൂൾ നടത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ കൽപ്പന. റിസർച്ച് ഡെസ്ക് 24. JMMന്റെ അടിയന്തര നിയമസഭാ കക്ഷിയോഗം റാഞ്ചിയിൽ പുരോഗമിക്കുകയാണ്. ED അറസ്റ്റ് ചെയ്താൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായേക്കും എന്നുള്ളതാണ് സൂചന. R രാധാകൃഷ്ണനിലേക്ക്. RK, കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകും എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ? എപ്പോഴാണ് വാർത്താ സമ്മേളനം? അതിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുമോ? കഴിഞ്ഞ 30 മണിക്കൂറായിട്ട് ED പറഞ്ഞതനുസരിച്ച് പ്രത്യക്ഷനായിരുന്നു അദ്ദേഹം. ഇന്ന് എന്നാൽ പ്രത്യക്ഷനാവുകയും MLA-മാരുടെ യോഗം വിളിക്കുകയും ചെയ്തു. നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അവിടെ നിന്ന് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് നിയമസഭാ കക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്, അഥവാ ഹേമന്ത് സോറൻ അഭ്യർത്ഥിച്ചത് ഭാര്യ കൽപ്പന സോറനെ നിയമസഭാ കക്ഷി നേതാവായി തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ED കർശനമാക്കിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അത് നിയമസഭാ കക്ഷി അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് 4:30 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും. ഇതിൽ രാഷ്ട്രീയമായിട്ട് ഹേമന്ത് സോറനെ സംബന്ധിച്ച് നിലവിലുള്ള അവസ്ഥയിൽ മറ്റാരെയെങ്കിലും മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ പ്രതികൂല അവസ്ഥയിൽ താല്പര്യമില്ല. കാരണം 2024 നവംബർ വരെ മാത്രമാണ് ജാർഖണ്ഡിൽ ഈ സർക്കാരിന് തുടരാനായിട്ട് സാധിക്കുക. ആ കാലയളവിൽ പ്രത്യേകിച്ച് ഈ അന്വേഷണം അടക്കമുള്ളവ വലിയ ശക്തമായിട്ട് പോകുന്ന
ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം മറ്റാർക്കെങ്കിലും ഏൽപ്പിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് തനിക്ക് വലിയ തിരിച്ചടിയാകും, വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളുടെ ആക്കം അത് കൂട്ടുകയും ചെയ്യും എന്ന് ഹേമന്ത് സോറൻ കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാര്യയെ തന്നെ മുഖ്യമന്ത്രിയാക്കി നിയമിച്ച് ഉള്ള ഒരു ലക്ഷ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. രണ്ട് ഘടകകക്ഷികളാണ് അവിടെ ഉള്ളത്, കോൺഗ്രസും RJDയും. കോൺഗ്രസിനോടും RJDയോടും അതിന്റെ ഉന്നത നേതൃത്വത്തോട് സംസാരിച്ചുകൊണ്ട് ഈ നീക്കത്തിനൊരു അംഗീകാരം മേടിച്ചിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും 4:30 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. അല്പസമയത്തിനകം അതിൽ പ്രഖ്യാപനമുണ്ടാകും. ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് വിവരം. മറ്റൊരു വാർത്ത, ഗവർണറുടെ വ്യക്തിഗത സുരക്ഷയും രാജ്ഭവനിനുള്ളിലെ സുരക്ഷാ ചുമതലയും CRPFന്. യാത്രയിൽ മുന്നിലും പിന്നിലും CRPF വാഹനങ്ങൾ ഉണ്ടാകും. പ്രവേശന കവാടത്തിൽ പോലീസ് തന്നെ സുരക്ഷയൊരുക്കും. പോലീസായിരിക്കും ഗവർണർ റൂട്ട് തീരുമാനിക്കുക. സുരക്ഷാ അവലോകനം ചെയ്യാനുള്ള യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, രണ്ട് കൂട്ടരും സംയുക്തമായി ഗവർണർക്ക് സുരക്ഷയൊരുക്കുക എന്നതിലേക്കാണോ ഇന്നത്തെ യോഗം എത്തിച്ചേർന്നത്? തീരുമാനമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഗവർണർക്ക് ഇത്തരത്തിൽ കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെയാണ് ഈ രാജ്ഭവനിൽ ഏതൊക്കെ തരത്തിലായിരിക്കണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു അവലോകന യോഗം ഇന്ന് ചേർന്നത്. ആ യോഗത്തിലാണ് സംസ്ഥാന പോലീസും അതുപോലെ തന്നെ CRPFും സംയുക്തമായി ഗവർണറുടെ സുരക്ഷ ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായത്. ഏറ്റവും പ്രധാനമായും ഗവർണർക്ക് എസ്കോട്ട് പോകുന്ന മുന്നിൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിലെയും പിന്നിലെയും വാഹനങ്ങൾ അതിൽ CRPF ഉദ്യോഗസ്ഥരായിരിക്കും. ഒപ്പം രാജ്ഭവനിനുള്ളിലെ സുരക്ഷയും CRPFനായിരിക്കും. മറ്റൊന്ന് ഈ രാജ്ഭവനിലെ കവാടവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗവർണറുടെ മറ്റ് സുരക്ഷയടക്കം കേരള പോലീസുമാവും നോക്കുക. സംയുക്തമായി പോലീസും CRPFും ഗവർണറുടെ സുരക്ഷ കൈകാര്യം ചെയ്യും. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത, പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച ഇടുക്കി ശാന്തൻപാറ CPIM പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് മതിൽ പൊളിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. നേരത്തെ വിഷ്ണു, CPIMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ ഒരു കയ്യേറ്റം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വാദങ്ങൾക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനിയിപ്പോൾ ഇത് സംരക്ഷണ ഭിത്തി പൊളിച്ചു കളഞ്ഞല്ലോ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അരുജ, കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല. NOCയും ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അനധികൃത പുറമ്പോക്ക് കയ്യേറ്റം അത് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ CPIMനുണ്ട്. തുടർന്നാണ് ഇന്നലെ സർവേയറെ എത്തിച്ച് ഈ സ്ഥലം അളന്ന് പുറമ്പോക്ക് കണ്ടെത്തി അനധികൃത നിർമ്മാണം അളന്ന് അത് പൊളിച്ചു കളയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം CV വർഗീസ് പ്രതികരിച്ചത് ഒരു തരത്തിലുള്ള ക്രമക്കേടോ കയ്യേറ്റമോ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ അതിന് വിഭിന്നമായാണ് നിലവിൽ പാർട്ടി നിലപാട് സ്വീകരിച്ചത്. പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് മാത്യു കുഴൽനാടനെതിരെ കയ്യേറ്റ വിവാദം ശക്തമാക്കാൻ CPM തീരുമാനമെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒരു വശത്ത് ശക്തിയായി നിൽക്കുമ്പോൾ CPMനെതിരെ കളക്ടറുടെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നത് പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് വലിയ തിരിച്ചടിയാകും എന്നൊരു നിഗമനവും CPMനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മതില് പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് എത്തിയത്. ഇനി ഹൈക്കോടതിയെ സമീപിച്ച് NOC വാങ്ങി തുടർ നിർമ്മാണത്തിനുള്ള നീക്കത്തിലാണ് CPIM. ശരി, പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പാർട്ടി പ്രവർത്തകർ തന്നെ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു കളഞ്ഞതോടെ വീണ്ടും ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ മാത്യു കുഴൽനാടൻ MLA വെല്ലുവിളിച്ച് CPIM രംഗത്തെത്തി. ധാർമ്മികതയുണ്ടെങ്കിൽ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഭൂമി ഭവനരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും ഇടുക്കി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. മാത്യു കുഴൽനാടനെതിരെയുള്ള ഭൂമി കയ്യേറ്റ കേസ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. സർക്കാർ ഭൂമിയിൽ അറിയാതെ മതിൽ കെട്ടിയെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. നിയമജ്ഞനായ മാത്യു കുഴൽനാടൻ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയല്ലെന്നും പരിഹാസം. കുഴൽനാടന്റെ കാര്യം, കുഴൽനാടൻ അധികൃതമായി ഭൂമി കയ്യേറിയതാണല്ലോ. മാത്യു കുഴൽനാടൻ നിയമജ്ഞനോടെയല്ലേ. അപ്പൊ നിയമജ്ഞനോടാകുമ്പോൾ അദ്ദേഹം നിയമപരമായി കാര്യം ചെയ്യണമല്ലോ. ചുമ്മാ എതിരേരി ഞാൻ മതിൽ കെട്ടി കാണാം. വലിയ മതിൽ കെട്ടി സർക്കാർ ഭൂമി കെട്ടിത്തിരിച്ചതിന് ശേഷം എന്തിനായോ പറയണത്? ഒരു ന്യായമില്ല. ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധിക സർക്കാർ ഭൂമി മതിലുകെട്ടി കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. 8 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് മാത്യു കുഴൽനാടന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 ഇടുക്കി. PC ജോർജ് BJP പാളയത്തിലേക്ക് എന്നതാണ് ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത. ആ വാർത്തയിലേക്കാണ് ഇനി. PC പുതിയ
സി ജോർജും കേരള ജനപക്ഷവും BJP-യിലേക്ക് അംഗത്വം സ്വീകരിച്ച് BJP-ക്കൊപ്പം ചേരുമെന്ന് PC ജോർജ് പറഞ്ഞു. വിവരം BJP നേതാക്കളെ അറിയിച്ചുവെന്നും ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഇനി BJP-യാണെന്നും PC ജോർജ് വ്യക്തമാക്കി. PC ജോർജിന്റെ BJP പ്രവേശനത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കത്തിനാണ് PC ജോർജും ജനപക്ഷവും തയ്യാറെടുക്കുന്നത്. ഘടകകക്ഷിയായി NDAയിൽ ചേരാനുള്ള നീക്കം നടത്തിയെങ്കിലും ഇത് വിജയിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അംഗത്വമെടുത്ത് BJP-യിൽ ചേരാൻ PC ജോർജും കൂട്ടരും തീരുമാനിച്ചത്. ഇതിന് ജനപക്ഷം സംസ്ഥാന സമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും PC ജോർജ് പറയുന്നു. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് BJP-യോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. BJP-യുടെ പോവുക എന്ന് പറയുമ്പം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് PC-യുടെ നീക്കമെന്നാണ് സൂചന. ലോക്സഭയിൽ മത്സരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ BJP തീരുമാനിക്കും. സീറ്റിന്റെ കാര്യമൊന്നും ഞങ്ങൾ സീറ്റൊന്നും പ്രശ്നം, ഞങ്ങൾ BJP ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ BJP ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിന്റെ കാര്യത്തിനെ പറ്റി BJP അല്ല നിശ്ചയിക്കും, നമ്മളല്ലല്ലോ. അതേസമയം PC ജോർജ് BJP-യിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. PC ജോർജിന്റെ BJP പ്രവേശനം അവരുടെ പാർട്ടിയുടെ കാര്യമാണെന്ന് K. മുരളീധരനും പ്രതികരിച്ചു. ക്രൈസ്തവ സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും PC ജോർജ് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് PC ജോർജ് BJP-ക്കൊപ്പം ചേർന്നേക്കാം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ഇനി മാർക്കറ്റ് വ്യൂവുമായി ക്രിസ്റ്റീന ചെറിയ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ബജറ്റ് കാത്തിരിക്കുന്ന നിക്ഷേപകർ ജാഗ്രതയിലെന്ന് സൂചിപ്പിച്ച് വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 803 പോയിന്റ് കുറഞ്ഞു. ലാഭമെടുപ്പ് വ്യാപാരം സജീവമായത് തിരിച്ചടിയായി. വിൽപ്പന സമ്മർദ്ദം നേരിട്ടത് ഫൈനാൻഷ്യൽ, FMCG, ഫാർമ ഓഹരികൾക്ക്. 7 വർഷങ്ങൾക്ക് ശേഷം മാരുതി സുസുക്കിയെ പിന്തള്ളി ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും മൂല്യമുള്ള ഓട്ടോ കമ്പനിയായി. ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷം 2 ലക്ഷം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി മീഷോ. തീരുമാനം ഉപഭോക്തൃ അവലോകനം, റേറ്റിംഗ്, ഫീഡ്ബാക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഇനങ്ങളുടെ ദൃശ്യപരത കുറയ്ക്കുമെന്നും മീഷോ. ഗുണനിലവാര പരിശോധനകൾക്കായി AI സഹായം ഉറപ്പാക്കാൻ നിക്ഷേപം നടത്താനും നീക്കം. 2 പതിറ്റാണ്ടിന് ശേഷം കുടിയേറ്റ നയത്തിൽ സുപ്രധാന മാറ്റവുമായി അമേരിക്ക. ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള H-1B വിസക്കാർക്ക് US-ൽ നിന്ന് പുറത്തു പോകാതെ തന്നെ വിസ പുതുക്കൽ അപേക്ഷ നൽകാം. യോഗ്യരായ 20,000 കുടിയേറ്റേതര തൊഴിലാളികൾക്ക് H-1B വിസകൾ ആഭ്യന്തരമായി പുതുക്കാം. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ 2ാം നരേന്ദ്രമോദി സർക്കാർ ചെലവഴിച്ചത് കുറഞ്ഞ തുകയെന്ന് റിപ്പോർട്ട്. പലിശ നൽകാനും പ്രധാന സബ്സിഡികൾക്കും നൽകിയത് മൊത്തം ചെലവിന്റെ 1/3. അതിർത്തി സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും 12% അധിക തുക അനുവദിച്ചെന്നും കണക്കുകൾ. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം ആരോഗ്യ മേഖലയ്ക്കുള്ള ചെലവ് മൊത്തം ചെലവിന്റെ 2% താഴെയായി കുറഞ്ഞു. ഓപ്റ്റിക്കൽ ചിപ്പ് വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് $300 മില്യൺ നീക്കിവെക്കാൻ ജപ്പാൻ. സെമി കണ്ടക്ടർ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജാപ്പനീസ് വ്യവസായ മന്ത്രാലയം. നീക്കം ചിപ്പ് വ്യവസായത്തിൽ ജപ്പാന്റെ മുൻതൂക്കം നിലനിർത്താൻ. വർക്ക് ഫ്രം ഹോം അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ജോലി ചെയ്യുന്ന മാനേജർമാർക്ക് അന്ത്യശാസനം നൽകിയ IBM. എത്രയും വേഗം ഓഫീസ് ജോലികളിൽ എത്താനാകാത്തവർ ജോലി വിടണമെന്ന് മുന്നറിയിപ്പ്. കുറഞ്ഞത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഓഫീസിലെത്തി ജോലി ചെയ്യണമെന്ന് എല്ലാ US മാനേജർമാരോടും കമ്പനി. ഫെബ്രുവരി 1 അഥവാ വ്യാഴാഴ്ച ഇടക്കാല ബജറ്റാണ്. ഇടക്കാല ബജറ്റും ജനകീയമാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നതെന്നാണ് അറിയുന്നത്. വോട്ട് ലക്ഷ്യമിട്ടുള്ള നടപടികളുണ്ടാകും. കർഷകർക്കും സ്ത്രീകൾക്കും പരിഗണനയുണ്ടാകും ബജറ്റിൽ എന്ന വാർത്തയും വരുന്നുണ്ട്. വനിതാ കർഷകർക്ക് നൽകുന്ന PM കിസാൻ സമ്മാൻ നിധി അതിന്റെ ആനുകൂല്യം ഇരട്ടിയായേക്കും. ഇപ്പോൾ 6,000 രൂപയാണ് നൽകുന്നത്. ഇരട്ടി എന്ന് പറയുമ്പോൾ വനിതാ കർഷകർക്ക് അത് 12,000 രൂപയാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക കാര്യം സംഭവിക്കുന്നു.
വിഴിഞ്ഞത്ത് 26,000 കോടിയുടെ വമ്പൻ ഹൈഡ്രജൻ പ്ലാന്റ് വരുന്നുണ്ട്. നേരിട്ട് 5,000 പേർക്കും പരോക്ഷമായി 18,000 പേർക്കും ജോലി നൽകാൻ ഈ ഹൈഡ്രജൻ പ്ലാന്റിന് സാധിക്കും എന്നാണ് പറയുന്നത്. റിന്യൂ കമ്പനിയാണ് ഈ പ്ലാന്റ് തുടങ്ങുന്നത്. റിന്യൂവബിൾ എനർജി റിസോഴ്സ് കമ്പനിയാണ് റിന്യൂ കമ്പനി. പ്രതിവർഷം 220 കിലോ ടൺ ശേഷിയാണ് ഈ വിഴിഞ്ഞത്ത് സ്ഥാപിക്കാൻ പോകുന്ന ഹൈഡ്രജൻ പ്ലാന്റിനുള്ളത്. ഇനി നമ്മൾ ഓഹരി വിപണികളിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്ന് വ്യാപാരം നഷ്ടത്തിലാണ് അവസാനിച്ചത്. നിഫ്റ്റി അഥവാ ദേശീയ ഓഹരി വിപണി 21,522 ക്ലോസിംഗ്. 215 പോയിന്റ് കുറഞ്ഞായിരുന്നു ഇന്നത്തെ ക്ലോസിംഗ്. നിഫ്റ്റി ബാങ്ക് സെക്ടറും ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറും നഷ്ടത്തിലായിരുന്നു ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 801 പോയിന്റ് ഇടിഞ്ഞ് 71,139 എന്ന നിലയിലാണ് സെൻസെക്സ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്, ശ്രീ പ്രിൻസ് ജോർജ് ആണ്, MD DBFS. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. നമ്മൾ കഴിഞ്ഞ ദിവസം വലിയൊരു ഹൈപ്പാണ് മാർക്കറ്റിൽ കണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ മാറിയിട്ട് വിപണി ഒരു ചാഞ്ചാട്ടത്തിൽ തുടങ്ങുന്നു. അതിനുശേഷം ഒരു 800 പോയിന്റ് താഴ്ന്നാണ് സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നിക്ഷേപകരെ ട്രിഗർ ചെയ്യുന്ന എന്തൊക്കെയോ ഫാക്ടറുകളുണ്ട്. എന്തോ ജാഗ്രത വേണം എന്നവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്ന എന്തോ ഫാക്ടർ മാർക്കറ്റിലുണ്ടോ? അങ്ങനെയല്ല. ഇത് സാധാരണ രീതിയിൽ ഒരു ബജറ്റ് പോലത്തെ ഇവന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. നമ്മളൊരു വലിയ ഫുഡ് കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞ പോലെ ആളുകൾക്കൊരു അൺഈസിനെസ് ഉണ്ട്. അതായത് ഈ ബജറ്റിൽ എന്തായിരിക്കും വരിക. ഞാൻ ആളുകളെന്ന് ഉദ്ദേശിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായിട്ട് ബജറ്റിന് ശേഷം മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ബൈയിങ് ട്രെൻഡ് കണ്ടപ്പോൾ എല്ലാവരും ബയേഴ്സായിട്ട് മാറി വലിയ തോതിലുള്ള കയറ്റം ഉണ്ടായി. ഇന്നലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു വൈകിട്ട് ഇന്നലത്തെ പോലത്തെ ഒരു കയറ്റം ഇന്ന് ഉണ്ടാകത്തില്ല, ചിലപ്പോൾ കുറച്ച് കറക്ഷനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. ആ രീതിയിലാണ് ഇന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. ഇന്നത്തെയും ട്രേഡിംഗ് വെച്ചിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല. കാര്യം 2 മേജർ ഇവന്റ്സ്, ഒന്ന് ഇൻട്രീം ബജറ്റും ഒന്ന് FOMCയുടെ ഡിസിഷൻ, ഫെഡറൽ റിസർവിന്റെ ഡിസിഷനും, ഇത് രണ്ടും ഇന്നും നാളെയുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് രണ്ടും മാർക്കറ്റ് മൂവിങ് ഇവന്റുകളാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ചെറിയ നെർവസ്നെസ് ഒക്കെ ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇൻട്രീം ബജറ്റിലേക്ക് വരികയാണെങ്കിൽ ഇൻട്രീം ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. അത് ഒരു പരിധി കൂടുതൽ വലിയ പ്രപ്പോസൽസ് ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റിന് സാധാരണ ബജറ്റിലുള്ള അത്ര ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വലിയ തോതിൽ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബജറ്റിന് ശേഷം. എങ്കിലും ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഒരു ചെറിയ തരത്തിലുള്ളൊരു യുഫോറിക് മൂവ്മെന്റ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം ക്രിസ്റ്റീന പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കാതെ ഒരു വാല്യുവേഷൻ നോക്കാതെ ചില ആളുകൾ പ്രത്യേകിച്ചും മിഡ് ക്യാപ്പ് ഓഹരികളൊക്കെ വാങ്ങിക്കൂട്ടുന്നതിനെ പറ്റി ചില കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ ലോങ് ടേം ഔട്ട്ലുക്ക് വളരെ നല്ലതാണെങ്കിലും വളരെ ഷോർട്ട് ടൈം ബേസിസിൽ ഇത് മാർക്കറ്റിന് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരം അബറേഷൻസ് ഒക്കെ ഒരു മോശം ബജറ്റ് വല്ലതും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സെൽ ഓഫ് വന്ന് ഇത്തരം ആളുകൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് ആ ഒരു ഫിയർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിലെ ലോങ് ടൈം സിറ്റുവേഷൻ വളരെ നല്ലതാണ്. ഷോർട്ട് ടേമിൽ നല്ലൊരു ഇൻട്രീം ബജറ്റും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള നല്ലൊരു ഡിസിഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും മാർക്കറ്റ് വീണ്ടും തിരികെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ബജറ്റ് വരാനിരിക്കുന്നു. നാളെ നമ്മൾക്ക് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നയം വരാനിരിക്കുന്നു. ഇതൊക്കെ നാളെയും വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റിനെ ബാധിച്ചേക്കും. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 9:30 വീണ്ടും കാണാം. നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വീണ്ടും. ബീഹാറിൽ NDA സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിനായി സമ്മർദ്ദം ശക്തമാക്കി BJP. 4 ദിവസത്തിനകം മന്ത്രിസഭാ വികസനം ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് RJD. റെയിൽവേ ജോലി തട്ടിപ്പ് കേസിൽ തേജസ്വി യാദവിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ, അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണോ പുറത്തു വരുന്നത്? ആഭ്യന്തര വകുപ്പ് വേണ്ടി BJP അത്രയധികം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാകും തുടർ നീക്കങ്ങൾ? അനുജ, NDAയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കൂടുതൽ ക്ഷീണിതനാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ദുർബലമാണ് എന്ന് BJPക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദതന്ത്രം ശക്തമായി തന്നെ BJP ഈ ഘട്ടത്തിൽ പയറ്റുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത 2 നേതാക്കളെ മുഖ്യമന്ത്രിമാരായി BJP നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൗധരി, ഒപ്പം തന്നെ വിജയ് സിൻഹ എന്നീ 2 പേരെ സംബന്ധിച്ചും
നിതീഷ് കുമാറിന്റെ ശക്തരായ വിമർശകരാണ്. ഇരുവരെയും ഉപമുഖ്യമന്ത്രിമാരായതിനൊപ്പം തന്നെ സാമ്രാജ് ചൗധരിക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം വേണം എന്നൊരു ആവശ്യം BJP ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വിട്ടുവീഴ്ചകൾ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും ആഭ്യന്തരം വിട്ടു നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. ഈ ആഭ്യന്തരത്തിന്റെ കാര്യത്തിൽ BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ തന്നെ മറ്റ് മന്ത്രി പദവികൾ, ധനകാര്യം അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ BJP തന്നെ കൈവശം വെക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ ജനങ്ങളുമായി ഇടപഴകുന്ന വകുപ്പുകൾ BJP കൈവശം വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോർമുല, അതായത് നേരത്തെ 2019 17-17-6 എന്ന ഫോർമുല ഉണ്ടാകില്ല. 17 സീറ്റുകൾ ഇത്തവണ RJDക്ക് ഉണ്ടാകില്ല എന്നും ഒപ്പം തന്നെ ചിരാഗ് പാസ്വാൻ കൂടാതെ ജതൻ റാം മാഞ്ചി എന്നീ നേതാക്കളുടെ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നുമാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബജറ്റ് സമ്മേളനം ഈ മാസം ഫെബ്രുവരി 12-ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പായി തന്നെ മറ്റ് മന്ത്രിമാരെ കൂടി 32-ൽ 9 മന്ത്രിമാർ മാത്രമാണ് നിലവിൽ ഉള്ളത്. മറ്റ് മന്ത്രിമാരെ കൂടി പ്രഖ്യാപിച്ച് അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചും BJPയും JDUവും തമ്മിൽ ധാരണയാകേണ്ടതുണ്ട്. ഇക്കാര്യം ഉടനടി 4 ദിവസത്തിനകം തന്നെ അത് പൂർത്തിയാകും എന്നുള്ളതാണ് നിലവിൽ ഇരു പാർട്ടികളുടെയും നേതൃത്വം അറിയിക്കുന്നത്. എങ്കിൽ പോലും ഈ സുപ്രധാന വകുപ്പുകളുടെ കാര്യത്തിൽ BJP ഇത്തവണ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതെ, അത്തരത്തിൽ പരീക്ഷണത്തിന്റെ നാളുകളാണ് മുന്നിൽ നിൽക്കുന്നത് നിതീഷ് കുമാറിന്. ബൽറാം, ഇപ്പോൾ RJD ഒക്കെ എന്താണ്? ബീഹാറിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ചില പ്രചാരണ പരിപാടികൾക്കൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അതിൽ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ടായിരുന്നു നിതീഷ് കുമാർ മുന്നണി വിട്ടത് ഒരു കാരണവശാലും ഇന്ത്യ സഖ്യത്തെ ബാധിക്കില്ല എന്ന്. ആ ഒരു നിലപാടിൽ തന്നെ മറ്റ് കക്ഷികളും പോകുന്നു എന്നതാണോ? ഒരു തരത്തിലും ബീഹാറിൽ അടക്കം ഇത് ബാധിക്കില്ല എന്നതാണോ നിലപാട്? അനുജ, ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് നിതീഷ് കുമാറിന്റെ കൊഴിഞ്ഞുപോക്ക് കാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കാര്യത്തിൽ RJD നേതൃത്വം പ്രധാനമായും നിതീഷ് കുമാർ ഇത്തരത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷ് ഇല്ല എങ്കിൽ എന്ത് എന്ന് സംബന്ധിച്ച് RJD നേരത്തെ തന്നെ ആലോചിച്ചു തുടങ്ങിയിരുന്നു. അതിൽ പ്രധാനമായും RJD നേതൃത്വം വിശദീകരിക്കുന്നത് ബീഹാറിലെ യാദവ മുസ്ലിം വോട്ടുകൾ നിലവിൽ കോൺഗ്രസ് RJD സഖ്യത്തിനൊപ്പം നിൽക്കും. അത് മാത്രം 31% വരും. 10% വോട്ടുകൾ കൂടി ലഭിക്കുന്ന രീതിയിൽ മറ്റ് സമുദായങ്ങളിൽ സ്വാധീനമുള്ള ചില പ്രാദേശിക പാർട്ടികളെ കൂടി കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നിലവിൽ BJP അല്ലെങ്കിൽ NDA സഖ്യത്തിന് ലഭിച്ച 39 സീറ്റിൽ വലിയ അട്ടിമറി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനായി പ്രാദേശികമായി ശക്തരായ സമുദായങ്ങൾക്കിടയിൽ ശക്തരായ നേതാക്കൾ അടങ്ങുന്ന പാർട്ടികളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉപേന്ദ്ര കുശ്വാഹ, ഒപ്പം തന്നെ ജതൻ റാം മാഞ്ചി അടക്കമുള്ള നേതാക്കളെ ഇത്തരത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര പൂർത്തിയായതിന് പിന്നാലെ സംസ്ഥാനത്തെ 40 മണ്ഡലങ്ങളിലും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രചരണ യാത്ര സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും RJD ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ബീഹാറിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ഇന്ന് ജാനുവരി 30 രക്തസാക്ഷിത്വ ദിനം. രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച രാജ്യം. ഡൽഹിയിലെ മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്ത് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കം പുഷ്പാർച്ചന നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോകത്തെമ്പാടും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് വർഷം എത്ര കഴിഞ്ഞാലും മരണമില്ല. 76-ാം രക്തസാക്ഷിത്വ ദിനത്തിലും രാജ്യം രാഷ്ട്രപിതാവിന്റെ സ്മരണ പുതുക്കി. സർവമത പ്രാർത്ഥനയിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഭാഗമായി. രാജ്ഘട്ടിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പുഷ്പാർച്ചന നടത്തി. എല്ലാ സംസ്ഥാനങ്ങളിലും രക്തസാക്ഷിത്വ ദിനം സമുചിതം ആചരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ മഹാത്മാഗാന്ധി അനുസ്മരണം നടന്നു. 24 ഡൽഹി.
ഇന്ത്യൻ നാവികസേന കടൽക്കൊള്ളക്കാരെ വീണ്ടും തുരത്തിയെന്നത് ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയാണ്. കൊച്ചിയിൽ നിന്ന് 800 നോട്ടിക്കൽ മൈൽ അകലെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിച്ചു. കപ്പലിലുണ്ടായിരുന്ന 19 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. INS സുമിത്രയാണ് ഇത്തവണയും ദൗത്യത്തിന്റെ ഭാഗമായത്. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ അൽനിമിയ എന്ന മത്സ്യബന്ധന കപ്പലാണ് നാവികസേന മോചിപ്പിച്ചത്. കടൽക്കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയ ദൗത്യസംഘം കപ്പലിലെ പാക് സ്വദേശികളായ 19 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. സായുധരായ 11 കടൽക്കൊള്ളക്കാരാണ് കപ്പൽ തട്ടിയെടുത്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെ നാവികസേനയുടെ രണ്ടാമത്തെ ദൗത്യമാണിത്. ഇത്തവണയും INS സുമിത്രയാണ് ദൗത്യത്തിന്റെ ഭാഗമായത്. ഇന്നലെ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് നാവികസേന മോചിപ്പിച്ചത്. INS സുമിത്രയിലെ ധ്രുവ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കപ്പൽ വളഞ്ഞായിരുന്നു ദൗത്യത്തിന്റെ തുടക്കം. സൊമാലിയുടെ കിഴക്കൻ തീരത്ത് പട്രോളിംഗിനിടെയാണ് നാവികസേനയുടെ രക്ഷാദൗത്യം. 24 ഡൽഹി. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.